ഫോർഡ് ഫിയസ്റ്റ ഡീസൽ 1.4ൻ്റെ ടൈം ബെൽറ്റ് മാറാനായിട്ട് നമുക്ക് ആദ്യം അതിൻ്റെ കൂളൻ്റ് ടാങ്ക് റിമൂവ് ചെയ്യണം. അതിന് 10ൻ്റെ ബോൾട്ട് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഹോസ് ഇവിടെ ഒരു കൂളൻ്റിൻ്റെ റിട്ടേൺ ഹോസ് ഉണ്ട്, അത് അഴിച്ചിട്ട് ടാങ്കിനെ മാറ്റി വയ്ക്കാം. പിന്നെ അതുപോലെ എൻജിൻ മൗണ്ട് അഴിക്കണം. എൻജിൻ മൗണ്ട് അഴിച്ച് മാറ്റണം. ഇവിടെ ഒരു ടോപ്പ് കവർ വരും, ആ കവറും അഴിച്ച് മാറ്റണം. അതിലൊരു 4-7ൻ്റെ ബോൾട്ട് ഉണ്ടാവും, സ്ക്രൂ ടൈപ്പാണ്, അത് അഴിച്ച് മാറ്റണം. അതുപോലെ താഴെ ഇവിടെ ഒരു ഷീൽഡ് വരും, ഒരു കവർ, ആ കവർ അഴിച്ച് മാറ്റി നമുക്ക് ഡ്രൈ ബെൽറ്റ് അഴിക്കണം, അതിൻ്റെ ക്രാങ്ക് പുള്ളി അഴിക്കണം, അതുപോലെ എൻജിൻ മൗണ്ടും അഴിക്കണം. എന്നിട്ടൊരു കവർ വരും, ആ ടൈമിംഗ് ബെൽറ്റിൻ്റെ കവർ, പ്രൊട്ടക്ഷൻ കവർ, ആ കവർ അഴിച്ച് മാറ്റി നമുക്ക് ടൈം ബെൽറ്റ് അഴിച്ച് മാറ്റാം. ടൈമിങ്ങിൻ്റെ കാര്യം ഞാൻ ഇത് അഴിച്ചിട്ട് പറഞ്ഞു തരാം. ഓക്കെ, നമ്മൾ ഡ്രൈ ബെൽറ്റ് അഴിക്കുന്നതിന് മുന്നേ അതിൻ്റെ ഡയറക്ഷൻ നോക്കി വയ്ക്കണം എല്ലാ വണ്ടിയുടെയും. നമ്മളിപ്പോൾ ഒരേ ബ്രാൻഡ് വണ്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് മാനുവൽ ഉണ്ടാവും. അതുപോലെ നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മൈൻഡിൽ നിൽക്കും. അപ്പോൾ നമ്മൾ ഒന്നുപോലെ 100 വണ്ടി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ നമുക്ക് പെട്ടെന്ന് ക്ലിക്കാവില്ല. എന്നുവെച്ചാൽ നമ്മൾ ഇതിന് മുന്നും ചെയ്തിട്ടുണ്ടാവും, എക്സ്പീരിയൻസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, പക്ഷേങ്കിൽ എന്നാലും നമുക്ക് മറവി സംഭവിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഡ്രൈ ബെൽറ്റ് അഴിക്കുന്നതിന് മുന്നേ അതിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് വയ്ക്കുക, ഡയറക്ഷൻ വരച്ച് വയ്ക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് കയറ്റുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് കയറ്റാൻ പറ്റും. അതെല്ലാം നമ്മൾ ഡയറക്ഷൻ നോക്കാതെയാണ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അതിൻ്റെ പിന്നാലെ ഒരു 15 മിനിറ്റ് കൂടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിനേക്കാളും നല്ല ഒരു ക്ലിക്ക്, ഒരു ഫോൺ എടുത്ത് ഒരു ക്ലിക്ക് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഡയറക്ഷൻ വരച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിരിക്കും ഇടാൻ, ഒരു ഡൗട്ട് ഉണ്ടാവില്ല, കറക്റ്റായിട്ട് ഇടാം കേട്ടോ. ബെൽറ്റ് അഴിക്കാനായിട്ട് ഞാൻ ഡയറക്ഷൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബെൽറ്റ് അഴിക്കാനായിട്ട് നമുക്ക് ടെൻഷണറിൽ വരുന്ന ഈ 15ൻ്റെ ബോൾട്ട്, ആ ബോൾട്ടിൽ റിങ് ഇട്ടിട്ട് അങ്ങോട്ടൊന്ന് പുള്ള് ചെയ്തിട്ട് ബെൽറ്റ് ഈസി ആയിട്ട് അഴിച്ച് പുറത്തെടുക്കാൻ പറ്റും. ഇതാണ് ബോൾട്ട്. ഇട്ടതിന് ശേഷം ഒന്ന് പുള്ള് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ബെൽറ്റ് അഴിച്ചെടുക്കാം. ഓക്കെ, സാധാരണ നമ്മൾ ടൈം ബെൽറ്റ് മാറുമ്പോൾ ഡ്രൈ ബെൽറ്റ് കൂടെ മാറാറുണ്ട്, രണ്ടും ഒരുമിച്ചാണ് മാറുന്നത്. ഇത് പ്രത്യേകിച്ച് ക്രാക്കും ആയിട്ടുണ്ട്, കാണുന്നുണ്ടോ? ബെൽറ്റ് ക്രാക്കായിട്ട് പൊട്ടാനായി നിൽക്കുക. അപ്പോൾ രണ്ടും കൂടെ സെറ്റോട് കൂടി മാറാം. നമ്മൾ ബെൽറ്റ് OE തന്നെയാണ് മേടിച്ചിരിക്കുന്നത്, ഫോർഡിൻ്റെ ഒറിജിനൽ ബെൽറ്റാണ്. അതിന് 718 രൂപ എന്താ വരുന്നുണ്ട്. അതുപോലെ ടൈമിംഗ് ബെൽറ്റും ഒറിജിനൽ തന്നെ 1343 രൂപ ടൈം ബെൽറ്റ് വരുന്നുണ്ട്. ഇത് ലോക്കൽ നമ്മൾ ഇടുന്നതിന് ഫെൻഡറിൻ്റെയും അങ്ങനെയുള്ള ലോക്കൽ ഐറ്റംസ് എല്ലാം കിട്ടാനുണ്ട്, പക്ഷേങ്കിൽ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, അതും നല്ല കമ്പനിയാണ്. പക്ഷേ OE ഇടുമ്പം അതിൻ്റേതായ ബെനിഫിറ്റ് ഉണ്ടാവും, നമുക്ക് ഗ്യാരണ്ടീഡാണ്, വണ്ടി ധൈര്യമായിട്ട് ഓടിക്കാം. അപ്പോൾ നമ്മൾ ഫെൻഡറിൻ്റെ അല്ലെങ്കിൽ സാധാരണ ബെൽറ്റ് മേടിക്കുമ്പോൾ ഏകദേശം ഒരു 700 രൂപ 800 രൂപ റേഞ്ച് വരുള്ളൂ ഫെൻഡറിൻ്റെ ഒക്കെ. അതിനേക്കാളും കുറച്ചൊരു 500 രൂപ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ ബെൽറ്റായി. അതുപോലെ ഇതിനും 600 രൂപ എന്താ വരുന്നുണ്ട് സാധാ നോർമൽ ബെൽറ്റിന്. ഇതിനകം 718 വരുന്നുള്ളൂ. സംഭവം OE-ആണ്. ഈ ഒറിജിനൽ ഇടുമ്പോൾ നമുക്ക് പേടിക്കാതെ ഓടിക്കാം. അതുപോലെ വണ്ടിക്ക് അതിനനുസരിച്ചൊരു സ്മൂത്ത്നെസ് ഉണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറക്റ്റ് ടീത്തിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിരിക്കും ഫോർഡിൻ്റെ ആകുമ്പോൾ. എല്ലാത്തിൻ്റെയും അതിൽ ചെറിയൊരു വേരിയേഷൻ വരും, ഇതാകുമ്പോൾ കുഴപ്പമില്ല, അപ്പോൾ ഒക്കെ ആയിരിക്കും. ഒറിജിനലാകുമ്പോൾ നമുക്ക് ഗ്യാരണ്ടിയോട് കൂടി അടുത്ത 1 lakh വരെ ഓടിക്കാം. ഓക്കെ, ഇനി നമുക്ക് കഴിക്കാനുള്ളത് എൻജിൻ മൗണ്ടാണ്. എൻജിൻ മൗണ്ട് 3 ബോൾട്ട് വരുന്നുണ്ട്, താഴെ 3 ബോൾട്ട് വരുന്നുണ്ട്. അതഴിച്ചാൽ നമുക്ക് ഈ മൗണ്ട് പുറത്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ബ്രാക്കറ്റ് അഴിക്കണം. ബ്രാക്കറ്റ് അഴിച്ചിട്ട് വേണം കവർ അഴിക്കാനായിട്ട്. ഈ കവർ അഴിച്ചിട്ട് ബ്രാക്കറ്റ് അഴിച്ചാലും കുഴപ്പമില്ല, അഴിക്കാൻ പറ്റും. അപ്പോൾ ഈ മൗണ്ട് അഴിക്കുന്നതിന് മുന്നേ നമുക്ക് അടിയിലൊരു സപ്പോർട്ട് വയ്ക്കണം എൻജിനിൽ. എന്താ വെച്ചാൽ എൻജിൻ നമുക്ക് ഈ സൈഡ് പിന്നെ ഇതിലാണല്ലോ പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ മൗണ്ട് അഴിച്ചു കഴിഞ്ഞാൽ താഴെ വീഴും, എൻജിൻ താഴെ ഇറങ്ങും. അതുകൊണ്ട് താഴെ ഓയിൽ സമ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ AC-യുടെ ബ്രാക്കറ്റിലോ നമുക്കൊരു സപ്പോർട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് മാത്രമേ നമുക്ക് ഈ മൗണ്ട് അഴിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ക്രാങ്ക് പുള്ളി അഴിച്ചിട്ടുണ്ട്. ക്രാങ്ക് പുള്ളി അഴിക്കാനായിട്ട് ക്രാങ്ക് പുള്ളിയുടെ ബോൾട്ട് 18ൻ്റെ ബോൾട്ടാണ്, ഇത് അഴിക്കണം. അഴിച്ചിട്ട് ക്രാങ്ക് പുള്ളി പയ്യെ പുറത്ത് വലിച്ചെടുത്ത് എടുക്കും. ഈ പുള്ളി അഴിച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ടത് ഈ സൈഡ് വരുന്ന ഒരു റബ്ബർ കോട്ടിങ്ങാണ്. രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്ന റബ്ബറാണ്. അത് മെയിനായിട്ട് ക്രാക്ക് വന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ പൊട്ടിയിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകിച്ച് നോക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിയസ്റ്റയുടെ മെയിൻ കംപ്ലയിൻറ്റ് വരുന്നതാണ്.
ഈ പുള്ളിയുടെ ഈ റബ്ബർ പൊട്ടിപ്പോയി ഇതുവരെ ആയിട്ട് കറങ്ങാൻ തുടങ്ങും. സൗണ്ട് നല്ല കട്ട 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 സൗണ്ട് ഉണ്ടാകും. അപ്പോൾ അത് പ്രത്യേകിച്ച് നോക്കണം. അപ്പോൾ പുള്ളി അഴിച്ചിട്ട് അപ്പുറത്തും ഈ സൈഡും നല്ലപോലെ നോക്കണം. ഇത് പോയി കഴിഞ്ഞാൽ ഏകദേശം 2500 ചില്ലാൻ രൂപ എന്തോ വരുന്നുണ്ട് ഈ പുള്ളിക്ക്. പക്ഷേ നല്ല സൗണ്ടായിരിക്കും, പെട്ട സൗണ്ട് വരും. ഈ പുള്ളി കറങ്ങും, ഈ പുള്ളി കറങ്ങില്ല. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പവർ സ്റ്റിയറിങ്, AC അങ്ങനെയുള്ളതൊന്നും പ്രോപ്പർ വർക്കിംഗ് ആവില്ല. അപ്പോൾ എപ്പോഴും ഈ പുള്ളി അഴിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡും വല്ല ക്രാക്കുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നോക്കണം കേട്ടോ. ഇതെന്തെങ്കിലും പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ടൈം ബെൽറ്റ് മാറി നമ്മളിത് ചിലപ്പോൾ ശ്രദ്ധിച്ചൊന്നും വരില്ല. അങ്ങനെ കയറ്റി കുറച്ച് ദൂരം പോകുമ്പോഴായിരിക്കും വല്ല ക്രാക്ക് ഉണ്ടോയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ലൂസായിട്ട് സൗണ്ട് വരുന്നത്. ആ സൗണ്ട് വരുന്ന സമയത്ത് കസ്റ്റമർ പറയും നമ്മൾ ടൈം ബെൽറ്റ് മാറിയിട്ടാണ് ഈ കംപ്ലയിൻറ്റ് വന്നതെന്നുള്ളത്. അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. ഏതൊരു സാധനം അഴിക്കുമ്പോഴും, ഏതൊരു പാർട്ട് എൻജിൻ മൗണ്ട് ആയിക്കോട്ടെ, വേറുള്ള ഓരോ നെട്ടും ബോൾട്ടും ആയിക്കോട്ടെ, അഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഓരോരോ ബോൾട്ടും അതുപോലെ ആണെന്നുണ്ടെങ്കിലും പോയിട്ടുണ്ടോ, വീക്കായിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് അത് കസ്റ്റമർ അറിയിക്കുക തന്നെ വേണം. മാറണമെന്നുണ്ടെങ്കിൽ വീക്കാണെന്നുണ്ടെങ്കിൽ വീക്കാണെന്ന് പറയുക തന്നെ വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മറന്നുപോയി അങ്ങനെ ടൈം ബെൽറ്റ് മാറ്റി അങ്ങ് വിട്ട് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ഒരു കംപ്ലയിൻ്റ് ഇല്ലെങ്കിൽ സൗണ്ട് എന്ന് വരുമ്പോൾ അത് ടൈം ബെൽറ്റ് മാറിയതിന് ശേഷമാണ് വന്നതെന്നുള്ളൊരു ഇതുവരെ നല്ലൊരു ചീത്തപ്പേരാകും. അതുപോലെ കസ്റ്റമർക്ക് തൃപ്തി ഉണ്ടാവില്ല. അപ്പോൾ എന്തുണ്ടെന്നുണ്ടെങ്കിലും അത് നേരത്തെ നോക്കിയിട്ട് നമ്മളത് പറയണം കേട്ടോ. മെയിനായിട്ട് ഇത് എന്തായാലും നോക്കേണ്ടതാണ്, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നോക്കിയിട്ട് വേണം ഇത് കയറ്റാനായിട്ട്. ഓക്കെ, ഇനി നമുക്കുള്ളത് ഈ കവർ അഴിക്കണം. അതുപോലെ മുകളിലെ എൻജിൻ മൗണ്ടിൻ്റെ ബ്രാക്കറ്റ് അഴിക്കാനുണ്ട്. പിന്നെ ഈ സെൻസറിൻ്റെ ഒരു 10 ബോൾട്ട് വരുന്നുണ്ട്, ക്രാങ്ക് സെൻസറാണ്, അത് അഴിച്ച് മാറ്റണം. അത്രയാണ്. പിന്നെ ഇവിടെ ഒരു ബെൽറ്റിൻ്റെ ഒരു സ്റ്റോപ്പർ, ബെൽറ്റ് ഇളക്കി പുറത്ത് വരാതിരിക്കുന്ന ഒരു സ്റ്റോപ്പറാണിത്. ഇത് കവർന്ന് മാറിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് അഴിക്കണം. ഇത് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈമിംഗ് ബെൽറ്റ് അഴിച്ച് പുറത്തെടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് അഴിച്ച് മാറ്റാം. ടൈമിംഗ് മാർക്കാണ്, ക്യാമിലെ ടൈമിംഗ് മാർക്ക്. ഇതിലൊരു ഹോളുണ്ട് ഉള്ളിൽ, അതുപോലെ ആ കേസിലൊരു ഹോൾ ഉണ്ടാകും. അത് രണ്ടും നമ്മൾ മാച്ച് ചെയ്താൽ മതി. പിന്നെ പമ്പിൻ്റെ ടൈമിങ് ഈ ടോപ്പിൽ വരും. ഇതിപ്പോൾ നേരത്തെ ടൈമിംഗ് റോങ് ആയിരിക്കുകയാണ്. ടൈമിംഗ് നേരെ ഇവിടെയായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ മാർക്ക് ഒന്നുകൂടെ താഴെ പോകും, കറക്റ്റ് ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ ടൈമിംഗ് വെച്ചിട്ടുണ്ട്, പമ്പിൻ്റെ ടൈമിംഗ് കറക്റ്റ് വെച്ചിട്ടുണ്ട്. നേരത്തെ വണ്ടിക്ക് നല്ലൊരു മിസ്സിങ് ഉണ്ടായിരുന്നു, പുള്ളിങ്ങും വളരെ കുറവായിരുന്നു. അപ്പോൾ ടൈമിംഗ് മാറിയതിൻ്റെയാണ് അത്. ഇപ്പോൾ ടൈമിംഗ് അതിനകത്ത് ടൈമിംഗ് വെച്ചിട്ടുണ്ട്. ഇതിലൊരു ഈ കാണുന്ന ഈ ക്യാമറയുള്ള പോലെ ഒരു ഹോളും അതുപോലെ ബ്രാക്കറ്റിലുള്ള ഒരു ഹോളും ഉണ്ട്. അത് രണ്ടും നമ്മൾ മാച്ച് ചെയ്യുക. അതുപോലെ ക്രാങ്കിൻ്റെ ഇത് ഈ കവറിലൊരു ഹോളുണ്ടാവും, അതേപോലെ ബ്രാക്കറ്റിലും ഒരു ഹോൾ, അത് രണ്ടും നമ്മൾ മാച്ച് ചെയ്താൽ മതി. ഇതാണ് ടൈമിംഗ് മാർക്ക്, ക്യാമിൻ്റെയും പമ്പിൻ്റെയും ക്രാങ്കിൻ്റെയും. ഇത് നമ്മൾ എല്ലാം മാച്ച് ചെയ്തതിന് ശേഷം ടൈം ബെൽറ്റ് ഇടാം.